ദൈവമേ, നീ എന്തിനെൻ്റെ ഭാര്യയെ ഇത്ര നേരത്തെ വിളിച്ചു? 2 മക്കളുള്ളത് 2 രാജ്യങ്ങളിൽ ജീവിക്കുന്നു. ഒറ്റയ്ക്ക് താമസിച്ച് ഞാൻ മടുത്തു. ഒന്നും മിണ്ടാനും പറയാനും ആരുമില്ല. ഇങ്ങനെ ബോറടിച്ച് ജീവിക്കുന്നതിലും ഭേദം എന്നെ കൂടി അങ്ങ് വിളിച്ചൂടെ? ഭക്ത, നിന്റെ സങ്കടം നാം മനസ്സിലാക്കുന്നു. ഇനി മുതൽ നിന്റെ ചുറ്റിലുമുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ പല വസ്തുക്കളും നിന്നോട് സംസാരിക്കും. നീ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നിനക്കും കേൾക്കാം. സാറിന്ന് പതിവിലും നേരത്തെയാണല്ലോ. പ്രായം ഒന്നുകൂടി കുറഞ്ഞോ? എന്നെ അടച്ചില്ല. ഈയിടെയായി മറവി ലേശം കൂടുതലാ. സാറിനെ പോലെ എനിക്കും വയസ്സായി. ഗുഡ് മോർണിംഗ് സാർ. സാർ മുകളിലേക്ക് നോക്കൂ, ഇത് ഞാനാണ്, അങ്ങയുടെ തെങ്ങ്. കായ് കുറവാണ്, വല്ലപ്പോഴും കുറച്ച് വളം തരണേ. ഇംഗ്ലണ്ടിലെ തണുപ്പ് അച്ഛന് താങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ കേരളത്തിൽ അത്ര വലിയ ജോലി സാധ്യതയൊന്നും ഇല്ലല്ലോ. കുട്ടികളുടെ ഭാവിയും കൂടി നോക്കണ്ടേ? ഞാനൊരു സ്മാർട്ട് ഫോൺ വാങ്ങി തന്നിട്ടില്ലേ, അതുപോലെ നേരങ്ങളെ അച്ഛൻ ഏട്ടൻ്റെ അടുത്ത് പോയി താമസിച്ചു. ഗൾഫിലെ ചൂട് അച്ഛന് താങ്ങില്ല. വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വല്ല ഓൾഡ് ഏജ് ഹോമിൽ പോയി താമസിക്കാൻ ഞാൻ പലതവണ പറഞ്ഞതല്ലേ. ഞാൻ പലതവണ അതിന് മറുപടി പറഞ്ഞതാണല്ലോ. നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. അവൾ എന്ന് വിളിക്കുന്നോ അന്നേ ഞാൻ ഇവിടെ വിടൂ. പിന്നെ നിങ്ങളെ നോക്കാൻ എനിക്ക് ബാധ്യതയൊന്നുമില്ല. വീടൊഴിച്ച് ബാക്കിയെല്ലാം പാവം വെച്ചപ്പോ നല്ലതെല്ലാം അവൾക്കല്ലേ കൊടുത്തത്. എനിക്കെന്താ തന്നെ? അയ്യോ പാമ്പ്! ജീവിതം അവസാനിപ്പിക്കാൻ എന്നെ കൂട്ടുപിടിക്കല്ലേ പ്ലീസ്. ദയവായി ചാടല്ലേ, ഉയരം കുറവാ, മരിക്കില്ല, കയ്യും കാലും ഒടിഞ്ഞ് കിടക്കും. അല്ലേലും ആത്മഹത്യ ചെയ്യാൻ എളുപ്പവഴി ഉറക്ക ഗുളിക തന്നെയാ. അങ്ങനെ ഞാൻ അവസാനം കറിവേപ്പിലായി. ബോൾ കയറ്റിനത് പോയി, എടുത്തോട്ടെ. അടുത്തോ? നീ ബാബുവിന്റെ മോനല്ലേ? അതെ, ഞങ്ങൾ റോഡിൽ ഫുട്ബോൾ കളിക്കുന്നു. എൻ്റെ പേരെന്താ? അശ്വിൻ. ഇന്നലെ അവിടെ എന്താ ഒരു ബഹളം കേട്ടിരുന്നല്ലോ, അതെന്തായിരുന്നു? അവിടെ ഇന്നലെ ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. പാമ്പ് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അതിനെ നാട്ടുകാരെല്ലാം കൂടെ തല്ലിക്കൊന്നു. സാറേ ഒന്ന് നിന്നേ. സാറേ, ഞാനാ സാറിന്റെ വലതുവശത്ത് നിൽക്കുന്ന കറിവേപ്പ് ചെടി. ഞാൻ സിമന്റ് തറ തുറന്ന തല പുറത്ത് കാണിച്ചത്. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് സാറിനറിയാമോ? അതുപോലെ തന്നെയാണ് ഈ സിമന്റ് തറയിൽ വളർന്നു നിൽക്കുന്ന പായലുകളും. വിഷപ്പാമ്പ് പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ സാർ അത് കളയാൻ നോക്കുന്നു. ഒന്ന് മാറ്റി ചിന്തിച്ചൂടെ? സാർ ഇങ്ങനെ പുറംലോകമായി ബന്ധമല്ലാതെ ജീവിക്കുന്നോണ്ടാ ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നത്. അശ്വിൻ. എന്താ? ഇവിടെ സ്ഥലം കുറവാ. എങ്കിലും നീയും നിന്റെ കൂട്ടുകാരും നാളെ മുതൽ ഇവിടെ കടിച്ചോ. സാറേ, കറിവേപ്പില പോലെ എന്ന് സാറടക്കം പലരും നിസാരമായി പറയാറുണ്ടല്ലോ. പറ്റുമെങ്കിൽ എന്നെ പോലെ ഒന്ന് ജീവിച്ചു കാണിക്കൂ.